തിരുവനന്തപുരം നെടുമങ്ങാട്ട് നസീർ ഹോട്ടൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം അടപ്പിച്ചു. പരിശോധനയിൽ സ്ഥാപനത്തിന് ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയാണ് നടപടി. പരിശോധനയ്ക്കിടെ സ്ഥാപന ഉടമ നസീറുദ്ദീനും മറ്റൊരാളും ഉദ്യോഗസ്ഥരെ അധിക്ഷേപിച്ചതായും പരാതിയുണ്ട്. തുടർന്ന് നെടുമങ്ങാട് പോലീസ് എത്തി നിയമപരമായി നോട്ടീസ് നൽകിയാണ് സ്ഥാപനം അടപ്പിച്ചത്. ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ തകർന്ന വീട് വനംവകുപ്പ് വാസയോഗ്യമാക്കി. BL റാമിൽ കാട്ടാന തകർത്ത ആദ്യ വീടാണ് വാസയോഗ്യമാക്കിയത്. രണ്ടാമത്തെ വീടും ഉടൻ നിർമ്മിച്ചു നൽകുമെന്നും വനംവകുപ്പ് അറിയിച്ചു. പന്നിയാറിലെ റേഷൻ കടയ്ക്ക് ഫെൻസിംഗ് ഇടുന്നതിനുള്ള പ്രാഥമിക നടപടികളും ആരംഭിച്ചു. വനം വകുപ്പ് വാച്ചർ ശക്തിവേൽ മരണപ്പെട്ടതിനു ശേഷവും ആനശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ ദേശീയപാത ഉപരോധിച്ചത്. കാട്ടാനയെ തുരത്തുന്നതിന് ദൗത്യസംഘത്തെ നിയോഗിക്കാമെന്നും തകർന്ന വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നും അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. കാട്ടാന തകർത്ത വീട്ടുടമയ്ക്ക് പട്ടയമില്ലാത്തതിനാൽ സർക്കാർ സഹായം ലഭ്യമായിരുന്നില്ല. ഇതോടെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വീട് നിർമ്മിച്ചു നൽകാമെന്ന് ഉറപ്പു നൽകിയത്. പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വീട് നിർമ്മിച്ചു നൽകി.